സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം തൃപ്തിയോടുകൂടി പാലിക്കണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമേ ഇഹത്തിലും പരത്തിലും നമുക്ക് ഓരോരുത്തർക്കും രക്ഷയും സമാധാനവും വിജയവും നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കരുണാവാരിധിയായ പടച്ച തമ്പുരാൻ അത്തരം യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ, വിജയികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പൂർണ്ണമായും തീർത്തു തരികയും ചെയ്തിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നിങ്ങളുടെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിൻ്റെ ഈ ഒരു ഭാഗം അവതരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ ഹജ്ജിന്റെ വേളയിൽ വിശാലമായ അറഫ മൈതാനിയിൽ വെച്ച് ദുൽഹജ്ജ് 9 വെള്ളിയാഴ്ച അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷം നീണ്ടുനിന്ന പ്രവാചകത്വത്തിൻ്റെ, പ്രബോധന ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തെയാണ് ആ ആയത്തിൻ്റെ ശകലം സൂചിപ്പിക്കുന്നത്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നടത്തിയ പ്രഭാഷണവും കഴിഞ്ഞ 10-23 വർഷക്കാലം എന്താണോ മക്കയിലും മദീനയിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്, അതിൻ്റെ ആകെ തുകയായിരുന്നു. ഒരു പ്രഭാഷണം അല്ലെങ്കിൽ ഒരു പ്രസംഗം എന്നതിൽ കവിഞ്ഞ് ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് നടത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു, ഒരു മഹാപ്രഖ്യാപനമായിരുന്നു അറഫയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരം. മക്കയിൽ നിന്ന് ഏതാണ്ട് 20 കിലോമീറ്റർ അകലെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു മണൽക്കാടാണ് അറഫ മൈതാനം എന്നുള്ളത്. ചുറ്റും കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ മലകളാൽ ചുറ്റപ്പെട്ട, മരങ്ങളില്ലാത്ത, തണലില്ലാത്ത ഒരു വലിയ നീണ്ടു പരന്നു കിടക്കുന്ന മരുക്കാട്. ആ മൈതാനത്തിന്റെ നടുവിലായി ജബലുർ റഹ്മ, കാരുണ്യത്തിന്റെ മല എന്നറിയപ്പെടുന്ന ഒരു കുന്നുണ്ട്. അന്നുച്ചക്ക് മരുഭൂമിയിലെ ആ പൊരിവെയിലിൽ, ചുട്ടുപഴുത്ത പകൽ സമയത്ത് ഈ ജബലുർ റഹ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒട്ടകം കസുവയുടെ പുറത്ത് കയറിക്കൊണ്ടാണ് ഈ പ്രഭാഷണം സഹാബിമാരെ അള്ളാഹുവിൻ്റെ റസൂൽ അഭിമുഖീകരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ അന്ന് ഇന്നത്തെ പോലെ മൈക്ക് സെറ്റോ അല്ലെങ്കിൽ മറ്റ് ആധുനിക സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലമാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഓരോ വാക്കും ഓരോ വാചകവും റബീഅത്ത് ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു ഉറക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ ജനസാഗരത്തെ മുഴുവൻ അത് കേൾപ്പിക്കുകയായിരുന്നു. ഏകദേശം 1,20,000-നും 1,40,000-44,000-നും ഇടയിൽ
സഹാബെ കിറാമുകളാണ് അന്ന് അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അറേബ്യ മുഴുവനും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം നടക്കുന്ന ഒരു ഹജ്ജ് കർമ്മം. ആ തടിച്ചുകൂടിയ ആളുകളുടെ വേഷമോ ഒരു തുന്നലുമില്ലാത്ത 2 കഷ്ണം വസ്ത്രങ്ങൾ മാത്രം. സാധാരണ നമ്മൾ ഹജ്ജിൽ അണിയാറുള്ള ഇഹ്റാം വസ്ത്രം. അവിടെ അതല്ലാത്ത ഒരു പരിഗണനയും അവിടെ ഇല്ല. രാജാവോ പ്രജയോ യജമാനനോ അടിമയോ വെളുത്തവനോ കറുത്തവനോ എന്നൊന്നുമില്ലാതെ നമ്മളൊക്കെ മരിക്കുന്ന സന്ദർഭത്തിൽ ഏതൊരു വേഷത്തോടു കൂടിയാണോ നമ്മളെ ഖബറിലേക്ക് വെക്കുന്നത് അതിനെ അനുസ്മരിക്കുന്ന വിധത്തിൽ, നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യ സമൂഹം പാരാവാരം കണക്കെ കാത്തു നിൽക്കുന്നതിനെ അനുസ്മരിക്കുന്ന സ്വഭാവത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികൾ അറഫയിൽ നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിമുഖീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ പല സ്വഭാവത്തിലുള്ള വിചാരങ്ങളും വികാരങ്ങളും പ്രതികരണങ്ങളും അവിടെ ഉണ്ടാകുന്നുണ്ട്. തികഞ്ഞ നിശബ്ദതയോടുകൂടി, അങ്ങേയറ്റത്തെ തഖ്വയോടുകൂടി, ഭക്തിയോടുകൂടി ആ ജനലക്ഷങ്ങൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാർ, അംബിയ മുർസലീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്. അത് അവസാനിക്കുകയാണ്. മനുഷ്യ സമൂഹം ഭൂമിയിൽ ജീവിക്കാൻ ആരംഭിച്ചത് മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹിദായത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സംവിധാനം, ആ റിസാലത്ത്, ആ റസൂൽ മനുഷ്യ സമൂഹത്തെ അവസാനമായി അഭിസംബോധന ചെയ്യുകയാണ്. അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇസ്മഉ ഖൗലി, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കൂ. ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ, ഈ വർഷത്തിനു ശേഷം നിങ്ങളെ ഞാൻ കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയുകയില്ല. ഫി മൗഖിഫി ഹാദാ അബദ, ഇതേ സ്ഥലത്ത് വെച്ച് ഇനിയും നമുക്ക് സംഗമിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കൊരു തീർച്ചയുമില്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്യുന്നത്. ഇത് കേട്ടപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന സഹാബിമാരുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയും പറഞ്ഞതോടുകൂടി അവർക്ക് മനസ്സിലായി, തങ്ങളേറെ സ്നേഹിക്കുന്ന, തങ്ങളെക്കാൾ കൂടുതലായി സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ വിയോഗത്തിന്റെ സമയം അടുത്തെത്തിയിരിക്കുന്നു എന്ന്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിടിവിട്ട് പൊട്ടിക്കരഞ്ഞു. ദീനിന്റെ പൂർത്തീകരണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ള അധികകാലം ഭൂമിക്ക് മുകളിൽ ഉണ്ടായിരിക്കുകയില്ല. അന്ന് അവിടെ മക്കയിൽ 23 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യം മുതൽ, അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആ സന്ദർഭം മുതൽ എല്ലാവരും നിഷേധിച്ച് പുറംതിരിഞ്ഞു നിൽക്കെ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് സത്യവാചകം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിച്ചത് മുതൽ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എല്ലാ ഓരോ സന്ദർഭങ്ങളിലും ആ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിച്ച പിന്തുടർന്ന അനുഗമിച്ച വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മനസ്സിലാക്കുകയാണ്, അള്ളാഹുവിന്റെ തിരുദൂതർ ഇനി അധികകാലം എന്നോടൊപ്പം ഉണ്ടാവുകയില്ല, ഞങ്ങളോടൊപ്പം ഉണ്ടാവുകയില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ച പാഠങ്ങളുണ്ട്. അത് അവരെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ പഠിപ്പിച്ച പാഠങ്ങൾ. അന്ന് അറഫ ദിനത്തിന് മുമ്പോ ശേഷമോ മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ട ഇത്രയും സമഗ്രമായ
സർവതല സ്പർശിയായ ഒരു പ്രഭാഷണം, ഒരു പ്രഖ്യാപനം ലോകത്ത് മറ്റൊരാളും നടത്തിയതായിട്ട് നമുക്ക് കാണുക സാധ്യമല്ല. അതിലൊന്നാമത്തേത് മനുഷ്യ സമത്വത്തെക്കുറിച്ചാണ്. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ധാരാളമായി നമ്മളത് കേട്ടത് കൊണ്ട് ഞാൻ അതിന്റെ അറബി വാചകങ്ങൾ ഉദ്ധരിക്കുന്നില്ല. വെളുത്തവന് കറുത്തവനേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ യാതൊരു മുൻഗണനയുമില്ല. കുല്ലുക്കും മിൻ ആദം വ ആദമും മിൻ തുറാബ്. നിങ്ങൾ വ്യത്യസ്ത ദേശങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾ വ്യത്യസ്തരായിരിക്കാം, നിങ്ങളുടെ ഭാഷ വ്യത്യസ്തമായിരിക്കാം, നിങ്ങളുടെ നിറം വ്യത്യസ്തമായിരിക്കാം, പക്ഷെ നിങ്ങൾ എല്ലാവരും ആദമിന്റെ മക്കളാണ്. ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതുമാണ് എന്ന് പറഞ്ഞ് മനുഷ്യ സമൂഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ലോകം തുടങ്ങിയത് മുതൽ ഇന്നേ വരെയും ഇനിയും എന്തെന്തെല്ലാം കാര്യങ്ങളുടെ പേരിലാണോ പരസ്പരം കലഹിച്ചുകൊണ്ടിരിക്കുന്നത്, ചോര ചിന്തിക്കൊണ്ടിരിക്കുന്നത്, പരസ്പരം ശ്രേഷ്ഠത നടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെയെല്ലാം പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഒരു മണൽപ്പരപ്പിലെ തരികൾ എന്നതുപോലെ തുല്യരാക്കി നിർത്തുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്ത ആദ്യത്തെ പ്രഖ്യാപനം എന്ന് പറയുന്നത്. വല്ല ശ്രേഷ്ഠതയും ഉണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോട് നിങ്ങൾ എത്ര ഭക്തി കാണിക്കുന്നു എന്നതിനെ ആശ്രയിച്ചു മാത്രമാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യ സമൂഹമേ, നിങ്ങൾ എല്ലാവരും ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയിരിക്കുന്നു, വ്യത്യസ്ത വിഭാഗങ്ങളാക്കിയിരിക്കുന്നു, നാട്ടുകാരാക്കിയിരിക്കുന്നു, വ്യത്യസ്ത നിറത്തിലുള്ള ആളുകളായിരിക്കുന്നു, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകളാക്കിയിരിക്കുന്നു. അതൊക്കെ നിങ്ങൾ പരസ്പരം തിരിച്ചറിയുക എന്ന ഒന്ന് കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഭൂമിയുടെ പരപ്പുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഡ്രസ്സ് വേണ്ടി വരുമല്ലോ, എല്ലാവരെയും ഒരുപോലെ ആക്കാൻ സാധിക്കുകയില്ലല്ലോ. അതിനപ്പുറത്ത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, രാജ്യത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, കുടുംബത്തിന്റെ പേരിൽ, ഗോത്രത്തിന്റെ പേരിൽ നിങ്ങൾ പെരുമ നടിക്കുന്നതിനൊന്നും ഒരു അടിസ്ഥാനവുമില്ല. വല്ല ശ്രേഷ്ഠതയും നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തന്നെയും അള്ളാഹുവിന്റെ അടുക്കലാണ്. അത് നിങ്ങൾക്ക് എത്ര തെക്കുവയുണ്ട്, അള്ളാഹുവിന് നിങ്ങൾ എത്ര ഭക്ത്യാദരപൂർവ്വം സൂക്ഷിച്ച് ജീവിക്കുന്നു എന്നത് മാത്രമാണ് അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. ഇവിടെ നിങ്ങൾ അങ്ങനെയുള്ളൊരു വിവേചനമോ ഒരു മേൽക്കോയ്മവാദമോ ഒരു അധമത്വമോ ഒന്നും പരസ്പരം വെച്ചു പുലർത്താൻ പാടുള്ളതല്ല. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നത് ഓരോ മനുഷ്യന്റെയും ജീവന്റെയും സ്വത്തിന്റെയും അഭിമാനത്തിന്റെയും പവിത്രതയെ സംബന്ധിച്ചാണ്. ദുൽഹിജ്ജ മാസം അത് എത്രമാത്രം പവിത്രമാണോ, അറഫ ദിനം അത് എത്രമാത്രം പവിത്രമാണോ, വിശുദ്ധ മക്ക അത് എത്രമാത്രം പവിത്രമാണോ, അത്രത്തോളം പവിത്രമാണ് നിങ്ങളുടെ ജീവനും സ്വത്തും അഭിമാനവും എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവുമില്ലാതെ മറ്റൊരാളുടെ രക്തം ചിന്തരുത്, മറ്റൊരാളെ ഉപദ്രവിക്കരുത്, മറ്റൊരാളുടെ സ്വത്ത് അപഹരിക്കരുത്, ഒരാളുടെയും അഭിമാനത്തിൽ കൈവെക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് മനുഷ്യ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൂന്നാമതായി പറഞ്ഞത് സ്ത്രീകളെ സംബന്ധിച്ചാണ്. എവിടെ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയത് എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു പെൺകുട്ടി ജനിക്കുന്നത് പ്രയാസമായി കരുതുന്ന, അല്ലെങ്കിൽ മോശമായി കരുതിയിരുന്ന, അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്നത് മാത്രമാണ് പ്രതിവിധി എന്ന് വിചാരിച്ചിരുന്ന, വീട്ടിൽ പെണ്ണുണ്ടാവുക എന്ന് പറയുന്നത് അപമാനമായി കരുതിയിരുന്ന ഒരു കാലത്ത് നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. എന്നിട്ട് പറഞ്ഞു വത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നഹും അഖസ്തുമൂഹുന്ന ബിഅമാനില്ല, നിങ്ങൾ അവരെ എടുത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു അമാനത്ത് എന്നുള്ള നിലക്കാണ്. അള്ളാഹു നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സൂക്ഷിപ്പ് മുതൽ എന്നുള്ള നിലക്കാണ് നിങ്ങൾ നിങ്ങളെ ഭാര്യമാരെ സ്വീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്, നിങ്ങളുടെ പെങ്ങന്മാരെ നിങ്ങൾ അങ്ങനെയാണ് കാണേണ്ടത്. അതുകൊണ്ട് ആ നിലക്കാണ് അവരോട് പെരുമാറണം. അലാ ഇന്ന ലക്കും അലാ നിസാഇക്കും ഹഖ്ക, നിങ്ങളുടെ പെണ്ണുങ്ങളുടെ, സ്ത്രീകളുടെ കാര്യത്തിൽ വലിയ ബാധ്യതകൾ നിങ്ങൾക്കുണ്ട്.
വലിനിസായിക്കും അലൈക്കും ഹക്ക, അതേപോലെ തിരിച്ച് അവർക്കും നിങ്ങളുടെ മേൽ ചില ബാധ്യതകളുണ്ട്. ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറ, അതുകൊണ്ട് സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം കാലിക പ്രസക്തമാണ്. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. കാലിക പ്രസക്തമാണ് എന്ന് മാത്രം, കാലിക പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും പുറത്തു നിൽക്കുന്ന ലോകത്ത് പ്രസക്തമാണ് എന്ന് മാത്രമല്ല, ഇത്രമേൽ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്ന ഒരു സമൂഹം എല്ലാ കാലത്തും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ ഓരോരുത്തരുടെയും കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ. നമ്മുടെ വീടിനകത്തെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കൂ. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ, അവസാനത്തെ പ്രഭാഷണത്തിൽ നമ്മളോട് പ്രത്യേകമായി ഉണർത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. സ്ത്രീകളുടെ കാര്യത്തിൽ വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവരോടുള്ള ബാധ്യതകൾ നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കണം. അവരോട് മാന്യമായി പെരുമാറിയിരിക്കണം. നാലാമത്തെ, നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പലിശയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അത് റദ്ദാക്കിയിരിക്കുന്നു. വെറുതെ ഒരു പ്രഖ്യാപനം മാത്രമല്ല, തന്റെ പിതൃവിനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന് കിട്ടാനുണ്ടായിരുന്ന പലിശയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മാതൃക കാണിച്ചു. പലിശയെ ഹറാമാക്കി. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും കുടിപ്പകയും അവസാനിപ്പിച്ച് പഴയ കാലത്തുണ്ടായിരുന്ന പകപോക്കലുകൾ, അതേപോലെ തന്നെ ഗോത്ര മഹിമകൾ, അവക്കൊന്നും ഇനിയൊരു സ്ഥാനവും ലോകത്തില്ല. ജാഹിലിയ കാലത്തുണ്ടായിരുന്ന രക്തച്ചൊരിച്ചിലുകൾക്കും കുടിപ്പടകൾക്കും ഈ ലോകത്ത് ദീനുൽ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. അവിടെയും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാളെ വധിക്കപ്പെട്ടതിന്റെ പേരിൽ ആ കുടുംബത്തിന് പക വീട്ടാനുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് പ്രഖ്യാപനവും എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നമ്മുടെ കാലത്ത് എല്ലാ കാലത്തും അതിൽ നിന്ന് അകന്നു നിന്നതായിരിക്കും, അതിനെ ധിക്കരിച്ചതായിരിക്കും എല്ലാ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വ്യത്യസ്ത ജാതികളായി മേൽക്കോയ്മ അധമബോധങ്ങൾ വെച്ച് പുലർത്തുന്ന കാലം, സാമ്പത്തിക ചൂഷണം, മനുഷ്യന്റെ അഭിമാനത്തിനോ സ്വത്തിനോ ഒന്നും ഒരു വിലയില്ലാത്ത കാലം, അവിടെയൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ നമ്മൾ ഉത്ബോധിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം. പിന്നീട് പറയുന്ന ഇസ്ലാമികന്റെ സാഹോദര്യത്തെ സംബന്ധിച്ച്, നമ്മൾ മുസ്ലിങ്ങൾ തമ്മിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച്, ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാകും. അതുകൊണ്ട് ഒരാളും സമ്മതമില്ലാതെ മറ്റൊരാളുടെ മുതലെടുക്കരുത്. അനുവാദത്തോടുകൂടി തൃപ്തിയോടും കൂടി മാത്രമേ അത് ചെയ്യാൻ സാധിപ്പാടുള്ളൂ. അവരുടെയും അഭിമാനവും ഒക്കെ പവിത്രം തന്നെയാണ്. ഇതാരോടാണ് പറയുന്നത്? ലോകത്തെല്ലായിടത്തുള്ള മുസ്ലിങ്ങൾ, നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെ അമേരിക്കയിലെയും ഇറാഖിലെയും ഇറാനിലെയും ഫലസ്തീനിലെയും പാകിസ്ഥാനിലെയും മുസ്ലിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണ് എന്നാണ് പറയുന്നത്. നമ്മളിവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും ഒക്കെയുള്ള ആളുകൾ, അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്നാണ് ഞാൻ പറയുന്നത്, എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ അങ്ങനെ തന്നെയാണോ ഈ ആളുകളെയൊക്കെ പരിഗണിക്കാറുള്ളത്? അതല്ല, അവരെ ഒന്ന് അകറ്റിയിട്ട് ഒന്ന് അന്യം നിൽക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ. പിന്നെ ഒന്നും കൂടി നമ്മൾ വൃത്തിയാക്കിയിട്ട് അതിന് അതിഥി തൊഴിലാളികൾ എന്നാക്കി. അത്രയും നല്ലത്. അതേസമയം നമ്മുടെ മനോഭാവം, അവരോടുള്ള മനോഭാവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമേരിക്ക, ഇറാനൊക്കെ നമുക്ക് വിടാം, അതൊക്കെ നമുക്ക് പ്രസംഗിക്കാൻ പറ്റും. നമ്മൾ അവരുമായി നേരിട്ട് പിന്നെ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ലല്ലോ. നമ്മൾ അവരെ ആദരിക്കുന്ന കാര്യത്തിൽ, അവരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ
അവരുടെ ഒരു വിഷയത്തെ നമ്മൾ പരിഗണിക്കുന്ന സ്വഭാവത്തിൽ അവരെ നമ്മൾ നോക്കുന്ന രീതി, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വിലയിരുത്തേണ്ട കാര്യമാണ്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. തറക്തു ഫീക്കും അംറൈൻ ലൻ തുളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നതി റസൂലിഹി വസുന്നതി നബിയിഹി. രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വിട്ടേച്ചു പോകുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ വഴിതെറ്റുകയില്ല. വേറെ എന്ത് മുറുകെ പിടിച്ചിട്ടും കാര്യമില്ല എന്നാണ് അതിന്റെ മറ്റൊരർത്ഥം. നിങ്ങൾ ജീവിച്ചു പോകുന്ന പോക്കിൽ ഒരുപാട് നാട്ടു നടപ്പുകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കണ്ടുകൊണ്ടിരിക്കും. വലിയ വലിയ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് എന്ന് നമ്മൾ സമാധാനിക്കും. പക്ഷെ ഹിദായത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് അതൊന്നുമല്ല. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ. വേറെ ഒന്നുമല്ല അതിന്റെ മാനദണ്ഡം. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. കിതാബുല്ലാ, അതൊന്ന് അള്ളാഹുവിന്റെ കിതാബാണ്. വസുന്നതി നബിയിഹി, രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. നമ്മൾ കാണുന്ന ഏതു കാര്യങ്ങളെയും ഇത് വെച്ചിട്ട് വിശകലനം ചെയ്യുവാൻ, അളന്നു നോക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ വഴി തെറ്റിപ്പോകും. ഇങ്ങനെയാണല്ലോ കാലാകാലങ്ങളായി കാണുന്നത്, ഇതാണല്ലോ ഇവിടുത്തെ രീതി എന്നതൊന്നും ആയിരിക്കില്ല അതിന്റെ മാനദണ്ഡം. അവസാനമായി പറഞ്ഞു, വഇന്നകും സതൽഖൗന റബ്ബകും ഫയസ്അലുകും അൻ അഅമാലികും. നാളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും. അന്ന് നിങ്ങളുടെ അമലുകളെ സംബന്ധിച്ച് ചോദിക്കും. ഫലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദി. അതുകൊണ്ട് എനിക്ക് ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന വഴിപിഴച്ചവരായി, കുഫാറുകളായി നിങ്ങൾ മാറരുത്. നാളെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അമലുകൾക്കും അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ. എന്നെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ് എങ്കിൽ നിങ്ങൾ എന്തു പറയുന്നവരായിരിക്കും? വല്ലാത്തൊരു ചോദ്യമാണത്. ഒരു ദൗത്യവും ഏൽപ്പിച്ചിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നതിന്റെ 2-2.5 മാസം മുമ്പ് എന്നെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? അതിനവർ വളരെ ആവേശത്തോടു കൂടിയാണ് മറുപടി പറഞ്ഞത്. ഖാലൂ നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത. അവരെല്ലാവരും കൂടി ഓരോ ആവേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞു, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു, തീർച്ചയായും താങ്കൾ ആ സന്ദേശം ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. എന്തൊരു ഉത്തരവാദിത്തമാണോ താങ്കളെ ഏൽപ്പിച്ചത് അത് താങ്കൾ നിർവഹിച്ചിരിക്കുന്നു. അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയോടുകൂടി താങ്കൾ ഞങ്ങളെ ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു എന്നവർ മറുപടി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് ചൂണ്ടിവിരൽ ചൂണ്ടി. അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ് അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, ഇതാ ഞാൻ ഈ ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിച്ചിരിക്കുന്നു എന്നതിന് നീ സാക്ഷി, നീ സാക്ഷി, നീ സാക്ഷി. അതിനുശേഷം അതേ വിരൽ ആ 1,44,000 വരുന്ന സഹാബയെ കിറാമുകളിലേക്ക് ചൂണ്ടി. എന്നിട്ട് പറഞ്ഞു, ഫൽയുബല്ലിഗി ഷാഹിദിൽ ഗായിബ്. ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നല്ലോ. ഇതെത്താത്ത പരലക്ഷം മനുഷ്യർ ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുണ്ട്. അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് നിങ്ങളുടെ ഉത്തരവാദിത്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങി. പിന്നീട് ആ റിസാലത്തിന്റെ ആ ഉത്തരവാദിത്തം മുഴുവൻ മുസ്ലിം സമൂഹത്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ആ സന്ദർഭത്തിൽ ഏത് ദിശയിലേക്കാണോ തങ്ങളുടെ ഒട്ടകങ്ങളും കുതിരകളും തിരിഞ്ഞു നിന്നിരുന്നത് ആ ഭാഗത്തേക്ക് സഹാബിമാർ വാഹനമോടിച്ച് എവിടെയാണോ അവർ എത്തിപ്പെട്ടത് അവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചു എന്നുള്ളത്. ഈ 1,44,000 സഹാബെ കിറാമുകൾ എന്ന് പറഞ്ഞതിൽ മക്കയിലും മദീനയിലും അറേബ്യയിലും ഒക്കെയായി വളരെ കുറച്ച് ആളുകളുടെ ഖബറുകളേ ഉള്ളൂ. പല പ്രഗത്ഭരായ സഹാബിമാരുടെയും ഖബറുകൾ അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് അറേബ്യക്ക് പുറത്താണ്, ആഫ്രിക്കയിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ. പ്രഗത്ഭരായ നമ്മളൊക്കെ സാധാരണ പറയുന്ന പല സഹാബിമാർ പോലുടെയും ഖബറുകൾ
നമ്മൾ വിചാരിച്ചു അവരൊക്കെ മക്കയിൽ മരിച്ചു വീണ ആളുകളാണ്, അല്ലെങ്കിൽ മദീനയിൽ മരിച്ചു വീണ ആളുകളാണ് എന്ന്. അവർ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി പല ദേശങ്ങളിലേക്ക് പോയവരാണ്. അതിൻ്റെ മുന്നിൽ ഒന്നും അവർക്ക് തടസ്സമായില്ല. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് മാലിക് ദിനാറും കൂട്ടുകാരും ഒക്കെ ഇവിടെ വന്നിട്ട് നമുക്കൊക്കെ ഹിദായത്ത് ലഭിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആ ഒരു ചരിത്ര അറഫ പ്രഭാഷണം, അറഫയിൽ കൂടിയ ജനങ്ങൾ, ആ ഒരു ചരിത്ര സന്ദർഭത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് എന്താണ്? അത് അറഫ ദിനത്തിലെ നോമ്പാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അറഫ പ്രഭാഷണം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ വിദാ എന്ന് പറയുന്ന വലിയ സാമൂഹിക വിപ്ലവത്തിന്റെ, ലോക വിപ്ലവത്തിന്റെ വലിയൊരു ആശയമാണ്. അതിലെ ഓരോ കാര്യങ്ങളും അതിനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നത് വളരെ ആത്മീയവും നിശബ്ദവുമായ ഒരു നോമ്പനുഷ്ഠിക്കുക, വ്രതമനുഷ്ഠിക്കുക എന്നത്. ആലോചിച്ച് നോക്കിയാൽ തീർത്തും വിപരീത ദിശയിലുള്ള രണ്ട് കാര്യങ്ങളാണ്. നോമ്പിനെ കുറിച്ച് നമുക്കറിയാലോ, നമ്മളും അള്ളാഹുവും മാത്രമേ അത് അറിയുകയുള്ളൂ നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പുറത്താണെങ്കിലോ ലോകാവസാനം വരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണമാണ്. ഇപ്പുറത്ത് വളരെ നിശബ്ദമായ ഒരു നോമ്പും. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ വളരെ സൗന്ദര്യമുള്ള ഒരു ഏകോപിപ്പിക്കലാണ് ഇസ്ലാം നടത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന് കാരണമുണ്ട്. കാരണം ഈ പറയുന്ന സാമൂഹികമായ മാറ്റം നടക്കണമെന്നുണ്ടെങ്കിൽ അത് കേവലം നിയമങ്ങൾ കൊണ്ട് മാത്രം സാധിക്കയില്ല. അത് മനുഷ്യന്റെ ഉള്ളകത്തിൽ നിന്ന്, ഹൃദയത്തിനകത്ത് നിന്ന് ആ മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. അകത്ത് നിന്ന് ആ വിചാരം ഉണ്ടായാൽ മാത്രമേ വ്യക്തിയിലും സമൂഹത്തിലും മാറ്റം ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ മനസ്സിനെ ശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ദൗത്യമാണല്ലോ നോമ്പ് ചെയ്യുന്നത്. നമ്മൾ റമദാനിലൊക്കെ ധാരാളമായി കേട്ടതാണ്. അറഫ നോമ്പിന് പ്രവാചകൻ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു. സിയാമു യൗമ അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സന അല്ലതി ഖബ്ലഹു വസ്സനതു അല്ലതി ബഅദഹു. ഒരാൾ അറഫയിലെ നോമ്പ് നോറ്റിട്ടുണ്ട്, അറഫ ദിനത്തിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എങ്കിൽ തൊട്ട് മുമ്പുള്ളൊരു വർഷവും തൊട്ട് ശേഷമുള്ളൊരു വർഷത്തെയും അദ്ദേഹത്തിന്റെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി പുറത്തു കൊടുക്കും, മായ്ച്ചു കളയുമെന്നാണ്. എന്തേ അങ്ങനെ ഒരു പ്രതിഫലം നിശ്ചയിക്കാൻ കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പാപം, കുറ്റം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളത് നമ്മളും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. വളരെ സൂക്ഷ്മമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ വിശകലനം ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ തിന്മയുടെ നല്ലൊരു അംശവും സഹജീവികളുമായി ബന്ധപ്പെട്ടതായിരിക്കും. സഹജീവികളോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹങ്ങൾ, സാമ്പത്തിക രംഗത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്ത്രീകളോട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള തിന്മകളുടെ, പാപങ്ങളുടെ ഒരു മാറാപ്പ് നമ്മുടെ മുന്നിലുണ്ടായിരിക്കും. ആ പാപങ്ങളാണല്ലോ നമുക്ക് യഥാർത്ഥത്തിൽ പുറത്തു തരേണ്ടത്. അപ്പൊ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതോടൊപ്പം ചുറ്റുപാടുകളോട് നീതി പുലർത്തുക എന്ന് പറയുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ അറഫ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു സമീകരണം എന്ന് പറയുന്ന ഈ കാര്യത്തിൽ മാത്രമല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നമ്മൾ പറയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നൽകിയ സ്ഥാനമാണ് ഖലീലുല്ലാഹി എന്നുള്ളത്. ഖലീലായി സ്വീകരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ആത്മസുഹൃത്തായി സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ ആത്മമിത്രം, അള്ളാഹുവിന് അടുത്ത ആള്, ആത്മാ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപം എന്താണ്? പള്ളിയിൽ ഇരുന്ന് ഒരുപാട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത്, ഒരുപാട് നമസ്കരിച്ച്, ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, അങ്ങനെ ആളുകളിൽ നിന്നൊക്കെ അകന്ന് ഒരു ഭക്തനായി, പരമഭക്തനായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ, അള്ളാഹുമായി അടുത്ത ആൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് സാധാരണ വരുന്നത് അതാണ്. അതേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറ്റൊരു വിശേഷണം ഇമാമുൻ നാസ് എന്നാണ്. ജനങ്ങളുടെ നേതാവ്, ജനങ്ങളുടെ മാതൃക. ഇതേപോലെ ഒരു ഭക്തി വിലാസത്തോടു കൂടി ഒരാൾക്ക് ജനങ്ങളുടെ നേതാവാകാൻ സാധിക്കുമോ? ജനങ്ങളുടെ നേതാവാകണമെങ്കിൽ ജനങ്ങൾക്കിടയിലൂടെ നടന്നു വന്നിട്ട് ജനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കണം. അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇമാം, മാതൃക. ജനങ്ങൾക്ക് മാതൃകയാവണമെങ്കിലും എന്ത് വേണം? ജനങ്ങൾക്കിടയിൽ ജീവിക്കണം. അപ്പോൾ ഒരേ സമയം ഖലീലുല്ലാ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ ആത്മമിത്രം എന്ന് പറയുന്ന സ്ഥാനം, അതേസമയം ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥാനം. ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്.